പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാ. ശാപം അനുഭവിക്കുന്ന നീയാ, പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഓക്കെ, 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കാം. നോക്കട്ടെ 2 ദിവസം പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്ന് വാ, എന്നിട്ട് ശേഷം നോക്കട്ടെ. ജീവിപ്പിക്കാം, അങ്ങനെയാണോ? ഈ 3 പദം ഞാനിപ്പോ വായിച്ചത് 3 കൂടെ ഒന്ന് ചേർന്ന് അതിന്റെ അവസാനം നിങ്ങളൊന്ന് പറഞ്ഞേ. ഉയർപ്പിച്ചു. 1-ാം വാക്യം ഉയർപ്പിച്ചു, 5-ാം വാക്യം ജീവിപ്പിച്ചു, 7-ാം വാക്യം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇരുത്തിയിരിക്കുന്നു. 10-ാം വാക്യം മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്ക് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അത് ചെയ്തു പോരേണ്ടതിന് അവ മുന്നൊരുക്കാമെന്നല്ല, ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. പറഞ്ഞേ വിളിക്ക്. 11-ാം വാക്യം ഒന്ന് നോക്കിയേ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനമേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. 13-ാം വാക്യം. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീരും എന്നാണോ? തീർന്നിരിക്കുന്നു, സമീപസ്ഥരായി തീർന്നു. ഇതിന്റെ എല്ലാം അന്തസ്സത്ത എന്താണ്? ഞാൻ ഈ പറയാൻ പോകുന്ന ആശയം ഏകദേശം നിങ്ങൾക്ക് ഈ വാക്യങ്ങളിലൂടെ തന്നെ മനസ്സിലായി കാണും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പറഞ്ഞ്, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉറക്കെ പറ, യേശു സകലവും ചെയ്ത് കഴിഞ്ഞു. ഉയർപ്പിക്കാം എന്നല്ല വാക്യം, ഉയർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് പോയി നോക്കിയേ. 1-ാം അധ്യായത്തിലേക്ക് പോയി നോക്കിയേ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അങ്ങനെ എന്താ ജോസ് ബ്രദർ വായിക്കുന്നത്? തെറ്റിച്ച് വായിക്കുന്നത്. അനുഗ്രഹിച്ചിരിക്കുന്ന. നാളെയാണ്. നാളെയല്ല എന്നേ അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, അനുഗ്രഹിച്ചിരിക്കുന്നു.
ഓ, ഇവിടെ നിങ്ങൾ വായിച്ചാൽ ഞെട്ടിപ്പോകും. ഹല്ലേലൂയ. 4-ാം വാക്യം നോക്കിയേ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കാം. ഇതാകെ പ്രശ്നമായല്ലോ ഇപ്പം. അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാ അനുഗ്രഹിച്ചിരിക്കുന്നു. തെരഞ്ഞെടുക്കണേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാ തെരഞ്ഞെടുത്തിരിക്കുന്നു. വായിച്ചു നോക്ക്. 5-ാം വാക്യം നോക്കിയേ. തിരുഹൃദയത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. പറഞ്ഞാട്ടെ, ദത്തെടുത്തിരിക്കുന്നു. ഉറക്കെ പറ. 6-ാം വാക്യം നോക്കിയേ. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, മുൻ നിയമിച്ചിരിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്താ ഉറക്കെ പറയാതെ? 7-ാം വാക്യം നോക്കിയേ. വീണ്ടെടുത്തിരിക്കുന്നു. 7-ാം വാക്യം നോക്കിയേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുത്തിരിക്കുന്നു. പറഞ്ഞേ, വീണ്ടെടുത്തിരിക്കുന്നു. ഉറക്കെ പറ, വീണ്ടെടുത്തിരിക്കുന്നു. 14-ാം വാക്യം വായിച്ചു നോക്കാം. തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദാനത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മുദ്രയിടാമെന്നല്ല, മുദ്രയിട്ടിരിക്കുന്നു. താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്തിരുത്തുകയും സകലത്തിനും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന 23-ാം വാക്യം. എന്താ ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാ ആശയം? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെയ്തു കഴിഞ്ഞു. ഉറക്കെ പറഞ്ഞേ, ചെയ്തു കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആളോട് പറ, എല്ലാം ചെയ്തു കഴിഞ്ഞു. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞു. ഇനി നേടാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലല്ല ഇവിടെ ഇരിക്കണ്ടേ. നേടിയ കൊണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ അവിടെ ഇരിക്കണ്ടേ. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശിയാക്കി നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. നോക്കണേ ആ വാക്കുകൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥരായി നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടിയും നിങ്ങളെ സ്വർഗതലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഇതെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടാ ഇന്ന് കർത്താവിന് നന്ദി പറയാൻ ഇവിടെ വന്നിരിക്കുന്നേ. ഇന്ന് നേടാൻ വേണ്ടി ഇവിടെ ആരും ഇരിക്കണ്ട. നേടിയത് അറിയാൻ വേണ്ടി ഇരുന്നാൽ മതി. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച് യേശുവേന്ന് വിളിച്ചപ്പം, കർത്താവിനെ നീ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ യേശുവിലുള്ളത് മുഴുവൻ നിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം എഴുതിയത്. എന്താ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം? നിങ്ങളൊന്ന് കേട്ടെ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പറഞ്ഞേട്ടെ 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുമെന്നല്ല കൊടുക്കുകയും ചെയ്തു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. കൊടുക്കുകയും ചെയ്തു. അവന്റെ സഭയ്ക്ക് കൊടുത്തത്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്ക് എന്താ കൊടുത്തതെന്ന് അറിയാമോ? എന്തെല്ലാം അവനിലുണ്ടോ അത് മുഴുവൻ സഭയ്ക്ക് കൊടുത്തു. അവനിൽ തെരഞ്ഞെടുപ്പുണ്ടോ സഭയ്ക്ക് കൊടുത്തു. അവനിൽ സൗഖ്യമുണ്ടോ സഭയ്ക്ക് കൊടുത്തു. കൊടുക്കാം എന്നല്ല, കൊടുത്തു. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ അവന്റെ സഭയിൽ അംഗമായി. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ അവന്റെ ശരീരമായി. അവന്റെ ശരീരമാകുന്ന സഭയിൽ നിങ്ങൾ അംഗമായപ്പോ ഇത് മുഴുവൻ നിങ്ങളുടെ പേർക്ക്, ഓ കരമടിച്ചൊന്ന് സ്വീകരിച്ച മക്കളെ ഒന്ന് ആഘോഷിച്ചാട്ടെ. ഇത് മുഴുവൻ നിങ്ങൾ
നിങ്ങളുടെ പേർക്ക് വന്നു ചേരുമെന്നല്ല, ചേർന്നിരിക്കുന്നു. വിശ്വസിച്ചാൽ നിങ്ങളിൽ വന്നു ചേർന്നത് ഇന്ന് പകൽ നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങും. ഓ, പരിധി കൂടാതെ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ, ശക്തിയോടെ വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. അതുകൊണ്ട് എഫെസ് ലേഖനത്തിൽ പറഞ്ഞ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്നാത്തിനാ നിങ്ങളെ വിളിച്ചെന്ന് നിങ്ങളൊന്ന് അറിയണം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയ 16 വാക്യം ഒന്ന് ജോസഫ് ബ്രദർ വായിക്കാൻ ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ പരിജ്ഞാനത്തിൽ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നോളജ് അബൌട്ട് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. Receive the knowledge about the finished work of Jesus. യേശു കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ച പൂർത്തീകരണ പ്രവൃത്തിയുടെ അറിവ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവുണ്ടാകേണ്ടതിന്. നോക്കിയേ, നിങ്ങൾക്ക് ജ്ഞാനവും വെളിപ്പാടും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞത് എന്നാക്കെയാന്ന് നിങ്ങളൊന്ന് അറിയണം. എന്നിട്ട് വായിച്ച വാക്യം, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കണ്ടോ, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള അറിവിൽ. ഒന്ന് പറഞ്ഞു, യേശുവിനെ കുറിച്ചുള്ള അറിവിൽ. എന്നെ പറയാതെ ഉറക്കാൻ എൻ്റെ ശബ്ദം കേൾക്കത്തില്ലേ? യേശുവിനെ കുറിച്ചുള്ള അറിവിൽ. Say in English, Father of glory may give unto you the spirit of wisdom and revelation in the knowledge of him. In the knowledge of whom? In the knowledge of Jesus. In the knowledge of the finished work. In the knowledge of Jesus. In the knowledge of the perfect work of Jesus. യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ കുറിച്ചുള്ള, യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ചുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 1-ാം അധ്യായത്തിൽ തന്നെ 17 കാര്യങ്ങൾ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1-3 നിങ്ങൾ കണ്ടു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. 1-7 നിങ്ങൾ കണ്ടു, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. 1-4 നിങ്ങൾ കണ്ടു, നിങ്ങളെ മുന്നൊരുക്കിയിരിക്കുന്നു, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു, നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു, നിങ്ങളെ അവൻ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത്. നിങ്ങളിപ്പോഴും നാളെയാണെന്നുള്ള പ്രസംഗമാണ് കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. ഓ സഹോദരി, നാളെയാണ് നിന്റെ വിടുതൽ. സഹോദര, നാളെയാണ് നിന്റെ വിടുതൽ. നാളെയും പറയും നാളെയാന്ന്, നാളെ കഴിഞ്ഞും പറയും നാളെയാന്ന്. ഇത് ലോട്ടറി കച്ചവടത്തിന്റെ സ്ഥലമല്ല. ഇവിടെ നാളെയല്ല, അന്ന് ചെയ്തു കഴിഞ്ഞതായല്ല. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അന്ന് ചെയ്തു കഴിഞ്ഞതാ. അപ്പൊ ഇന്ന് എന്നാ വേണ്ടേ? നോളജ് അബൌട്ട് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ്, ജ്ഞാനം. യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന അറിവ് നിങ്ങൾക്ക് കിട്ടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തരണേ എന്ന് പറഞ്ഞിരിക്കത്തില്ല. തന്നു നന്ദി എന്ന് പറഞ്ഞേ ഇരിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് താങ്ക്സ് പറയാനൊന്നുമില്ല, നമുക്ക് നന്ദി പറയാനൊന്നുമില്ല. എന്നാ നന്ദി പറയാനൊന്നുമില്ലാത്തതിന്റെ കാര്യം? ഒന്നും കിട്ടിയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ചോദിക്കുന്നത്, കർത്താവേ എന്നെ രക്ഷിക്കപ്പെടുത്തണേ, കർത്താവേ എന്നെ വീണ്ടും ജനിപ്പിക്കണേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ, കർത്താവേ എന്നെ തെരഞ്ഞെടുക്കണേ, കർത്താവേ എന്നെ എൻ്റെ പൊന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതാ. ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിന്നെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കയാ, നിന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കയാ, നിന്നെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കയാ. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇതാ സത്യം, ഇതാ സത്യം, ഇതാ സത്യം. ബാക്കിയെല്ലാം കള്ളവാ. പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് സകലതും വന്നു ചേർന്നിരിക്കുന്നു. ഇതാ സത്യം. അടുത്തിരിക്കുന്ന ആൾക്ക് കൈയെടുത്ത് പറഞ്ഞു, ഇതാ സത്യം.
ബാക്കിയെല്ലാം കള്ളമാണ്. ഇതാ സത്യം. പറഞ്ഞേട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞേട്ടെ, ഇതാ സത്യം, ഇതിനപ്പുറത്തൊരു സത്യമില്ല. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാത്തപ്പോൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയെ നിങ്ങൾ ഡിനേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ക്രൂസിഫൈങ് ജീസസ് അഗെയിൻ, യു ആർ ചീറ്റിംഗ് ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തെ വിലയില്ലെന്ന് പറഞ്ഞ് നിലത്തിട്ട് ചവിട്ടുകയും അവൻ്റെ ക്രൂശീകരണത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. യേശു കാൽവരി ക്രൂശിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ വന്ന് മരണം ആസ്വദിക്കാൻ യേശുവിന് കഴിയുകയില്ല. ഒരു പ്രാവശ്യത്തെ മരണത്താൽ ഒരിക്കലായി എന്നേക്കുമായി നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞു. സകലവും കാൽവരി ക്രൂശിൽ ഏകയാഗത്താൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത് കഴിഞ്ഞു, അനുഗ്രഹിച്ച് കഴിഞ്ഞു. ഇനി വേണ്ടതെന്താ? നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. അടുത്തിരിക്കുന്നവരുടെ പറ, കണ്ണൊന്ന് തുറക്കണം. കണ്ണ് തുറന്നാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. എന്തിനാ നിങ്ങളെ അവൻ വിളിച്ചേ? എന്തിനാ നിങ്ങളെ അവൻ വിളിച്ചേ? ഇവിടെ കിടന്ന് അടരാടാനല്ല, ഇവിടെ കിടന്ന് തകരാനല്ല, പിശാചിന് ഫുട്ബോൾ പോലെ കളിക്കാൻ ഇട്ടുകൊടുക്കാനല്ല നിങ്ങളെ അവൻ വിളിച്ചേ. എന്തിനാ നിങ്ങളെ അവൻ വിളിച്ചേ? ഇന്നലെയും പോരാട്ട, ഇന്നും പോരാട്ട, നാളെയും പോരാട്ട. അയ്യോ, എന്തിനാ ഈ ക്രിസ്തീയ ജീവിതം എന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ എന്തിനാ വിളിച്ചേ? നിങ്ങളെ എന്തിനാ വിളിച്ചേ? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അതറിയുമ്പോൾ അടുത്തത് വിശുദ്ധന്മാരിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്. നല്ലോട്ട് ശ്രദ്ധിക്കണേ. His inheritance in the saints. His inheritance in his saints. വിശുദ്ധന്മാരിലുള്ള അവന്റെ അവകാശത്തിന്റെ, see that word, വിശുദ്ധന്മാരിലുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. മഹിമാധനം എന്ന വാക്കിന്റെ അർത്ഥം വലിപ്പം. യേശുവിനെ വിശ്വസിച്ച എന്നിലുണ്ടായ അവന്റെ അവകാശത്തിന്റെ വലിപ്പം ഇന്നതെന്ന്. വിശുദ്ധന്മാരിലുള്ള. അപ്പൊ ആരോ ചോദിക്കുന്നു, അയ്യോ അതൊക്കെ വിശുദ്ധന്മാരിലുള്ളതല്ലേ? ഹലോ, യേശുവിനെ സ്വീകരിച്ച നിന്റെ പേരാ വിശുദ്ധൻ. അയ്യോ ഞാനോ? നീ തന്നെ. Hallelujah. You are holy by your faith in Christ. യേശു എന്ന വിശുദ്ധനെ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾ വിശുദ്ധരായത്. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്തത് വിശുദ്ധരായതുകൊണ്ടാണ്, വിശുദ്ധരാകാൻ വേണ്ടിയല്ല. റിയൽ ഹോളിനെസ്, യഥാർത്ഥ വിശുദ്ധി ശ്രമമല്ല, ഫലമാണ്. ശ്രമമാണെങ്കിൽ എനിക്കുണ്ടാക്കാൻ പറ്റുന്ന, ഫലമാണെങ്കിൽ വിത്തിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിത്ത് യേശുവാ. യേശു എന്ന വിത്തിനെ സ്വീകരിച്ച എന്നിൽ എൻ്റെ ശ്രമം കൂടാതെ ഉളവാകുന്നതാണ് വിശുദ്ധി. പിതാവായ ദൈവം നിങ്ങളെ കാണുന്നത് പാപികളായിട്ടല്ല. പുത്രന്റെ മരണം നടന്നതോടെ നിങ്ങളുടെ പേര് വിശുദ്ധന്മാരെന്നാണ്. പുത്രന്റെ മരണത്തെ എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ, എന്ന് നിങ്ങൾ സ്വീകരിച്ചോ, അന്ന് മുതൽ നിങ്ങളുടെ പേര് വിശുദ്ധന്മാരെന്നാ. പറഞ്ഞേട്ടെ, വിശുദ്ധന്മാർ. ധൈര്യമാണെന്ന് പറഞ്ഞ് വിശുദ്ധന്മാർ, വിശുദ്ധന്മാർ. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത് എബ്രായ ലേഖനത്തിൽ, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ വിശദീകരിക്കപ്പെട്ടെ? ഉറക്കെ പറ. ഏകയാഗത്താൽ, നോക്കണേ ഉറക്കെ പറ. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ വിശദീകരിക്കപ്പെട്ടെ? ഉറക്കെ പറഞ്ഞേ. ഏകന്റെ യാഗത്താൽ. അതാരാ ഈ ഏകൻ? ഉറക്കെ പറ. അപ്പൊ ഞാൻ എങ്ങനെയാ വിശുദ്ധനായേ? ബൈ ബിലീവിംഗ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ചപ്പോഴാ, ഹല്ലേലൂയ പറയാൻ പഠിച്ചപ്പോഴല്ല ഞാൻ വിശുദ്ധനായേ. യേശു എന്ന വിശുദ്ധനെ വിശുദ്ധിച്ചപ്പോഴേ കർത്താവിനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ വിശുദ്ധി നിങ്ങളുടെ പ്രവൃത്തിയാലല്ല, അവന്റെ കൃപയാലത്രേ, അവന്റെ കൃപയാലത്രേ. കരമടിച്ച് വായി തുറന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോ. 5-ാം വാക്യം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാലത്രേ. കേട്ടോ, കൃപയാലത്രേ. സാർ അതിന്റെ അർത്ഥം മനസ്സിലായോ? ബൈ ഹിസ് ഗ്രേസ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ മെറിറ്റ്. ബൈ ഹിസ് ഗ്രേസ്,
അവന്റെ കൃപയാൽ അത്രേ, വിശ്വാസം മൂലം. യേശുവിനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ കൃപയാൽ. ഒന്ന് പറഞ്ഞേ, അവന്റെ കൃപയാൽ. ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 8-ാം വാക്യം ഒന്ന് വായിച്ചു ജോസ് ബ്രദറെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, അതിന് നിങ്ങൾ കാരണമല്ല. അതിന് എന്നോട് പറഞ്ഞു, അതിന് ഞാൻ കാരണമല്ല. ദൈവത്തിന്റെ ദാനമാകുന്നു. കാരണമല്ല. ഞാൻ വിശുദ്ധനാകാൻ ഞാൻ കാരണമല്ല. ഞാൻ രക്ഷിക്കപ്പെടാൻ ഞാൻ കാരണമല്ല. പിന്നെന്താ? ഞാൻ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാ. കരമടിച്ച കർത്താവിന് നന്ദി പറ. ഓ ഹല്ലേലൂയ. 9-ാം വാക്യം നോക്കിയേ. ആരും പ്രശംസിക്കാതിരിക്കാൻ. 9-ാം വാക്യം. ആരും പ്രശംസിക്കാതിരിക്കുവാൻ നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ഒരു പ്രവൃത്തിയും കാരണമല്ല. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. യേശുവിന്റെ പ്രവൃത്തിയാ കാരണം. യേശുവിന്റെ പ്രവൃത്തിയാ കാരണം. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. പറഞ്ഞാട്ടെ. നേരെ പുറകിലിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. യേശുവിന്റെ പ്രവൃത്തിയാ കാരണം ബ്രദറെ. യേശുവിന്റെ പ്രവൃത്തിയാ കാരണം. എൻ്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്. എൻ്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല ഞാൻ വിശുദ്ധനായത്. അവന്റെ കൃപയാൽ. ആ കൃപയൊന്ന് ആഘോഷിച്ചാട്ടെ മക്കളെ. അവന്റെ കൃപ എന്നോടുള്ള അവന്റെ കൃപ എത്ര വലുതായിരുന്നു. ഒരു പ്രവൃത്തിയും കാരണമല്ല. ആടി വെച്ച അച്ഛൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് തന്നെ വാ. നിങ്ങളുടെ ഈ രണ്ട് ചെവിയിലേക്കും കർത്താവിന്റെ സ്പർശനം അടിക്കുന്ന ഞാൻ കാണുന്നല്ലോ. എന്നതാ ഇവിടെ പ്രശ്നം? കേൾവിയില്ല. എത്ര നാളായി? എന്നാ പറ്റി? നാളായി. ജന്മനാ ഇല്ലേ, അതോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ്? തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടാ? തിരിച്ചറിവുള്ള പ്രായം മുതലേ ഇല്ലേ? ഇല്ല. അപ്പൊ ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ലേ ഇത്? ഓ മൈ ഗോഡ്. ഇതിനല്ലേ മേജറ? ഇന്ന് ഈ മിനിറ്റിൽ ഇത് രണ്ടും തുറക്കാൻ പോവാ യേശു. എനിക്ക് ഒരു സംശയമില്ല. കൈ അങ്ങോട്ട് വെച്ചു. ചേട്ടന്റെ കൈ അങ്ങ് വെക്കച്ച. യു ആർ ദ ട്രൂത്ത്. നീയാ സത്യം. നീയാകുന്ന സത്യം. തിരിച്ചറിവുള്ള കാലം മുതൽ ഇല്ലാത്തതിനെ തിരിച്ചിപ്പോ കൊണ്ടുതരുമെന്ന് എനിക്ക് ഉറപ്പാ. ഈ മകൻ നിന്റെ ശുശ്രൂഷ ചെയ്യുന്നവനാ. അനേക രോഗികളെ സൗഖ്യമാക്കാനുള്ളവനാ. ഒരുപാട് രോഗികളെ സൗഖ്യമാക്കാനുള്ളവനാ. ഇവന്റെ ചെവി അടഞ്ഞിരുന്നാൽ അത് ഒക്കത്തില്ല. ഇത് അങ്ങയുടെ സമയമാകയാൽ നിശ്ചയിക്കപ്പെട്ടതുപോലെ ഈ ശരീരം ഇപ്പോൾ തന്നെ സൗഖ്യം അനുഭവിക്കട്ടെ. നിറയട്ടെ ആ സൗഖ്യത്താൽ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞതെന്നറിയോ? ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് നേർവുകള് ശോഷിച്ചിരിക്കുന്ന കേടുപാടുള്ള ഞരമ്പുകളെ കേടുപരിഹരിച്ച് അതിനെ പ്രവർത്തനത്തിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് ഉറപ്പാ നിങ്ങളുടെ ചെവി ഇപ്പൊ കേട്ടിട്ടുണ്ട്. ഓരോന്ന് അടച്ചു വെച്ചോ. ആദ്യം ഇതടയ്ക്ക്. അടച്ചോ, ഇതടയ്ക്ക്. എന്നിട്ട് അത് കേക്ക്. ജോസഫ്, പാമ്പാടി. വീട്ടില് മക്കളെല്ലാവരും ഉണ്ട്. 3 പേരുണ്ട്. വൈഫുണ്ട്. രാവിലെ ചപ്പാത്തിക്ക് കറിയില്ലായിരുന്നു. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇനി ഇതടയ്ക്ക്. ജെഫിൻ 10ൽ പഠിക്കുന്നു. MGM സ്കൂളിൽ. യേശുവിന് മഹത്വം കൊടുക്കണം. പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് ഒരുമിച്ച്. എനിക്ക് ഉറപ്പാ യേശുവിന്റെ മേൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലും അതിപ്പോൾ വ്യാപരിക്കും. ഈ ആനന്ദ തൈലം കൊണ്ട് യേശു നിങ്ങളെ അഭിഷേകം ചെയ്യും. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചു. നിങ്ങളിപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഡിപ്രഷന് മരുന്ന് കഴിക്കണം.
മാനസിക അസ്വസ്ഥതകളുള്ള ഏകാന്തത ഇഷ്ടപ്പെടുത്തിയവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങല പൊട്ടിമാറട്ടെ. മാനസിക രോഗത്തിന്റെ മരുന്നുകളിലല്ല ആശ്രയം, യേശുവിന്റെ ആനന്ദ തൈലത്തിലാണ് അഭിഷേകത്തിന്റെ ആശ്രയം. ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സ്വതന്ത്രമാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് അയക്കുന്നു. ചങ്ങനാശ്ശേരി ടൗൺ ഹാൾ ഫില്ലായി. ബാൽക്കണിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു. ബാൽക്കണിയും ഫില്ലാകുന്നു. കടന്നു വന്നാട്ടെ, ആ ഉണർവിൽ പങ്കാളികളായാട്ടെ. എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനൽ നാം വീണ്ടും കാണും വരെയും ഈ ആനന്ദം നമ്മോട് കൂടെ ഇരിക്കുവാനാണ്. ആമേൻ.